നമസ്കാരം. കേരള പിറവിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലേ? അതെ, ഇന്ന് റിഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റും കൂടി നമ്മൾ തുടങ്ങുകയാണ്. റീൽസ്കോപ്പ് ക്രോണിക്കിൾസ്. ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട്, മൂവീസുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തേതും പുതിയതുമൊക്കെ ആയിട്ടുള്ള എല്ലാ മൂവീസിൻ്റെയും കോണ്ടൻറ്റ്, അതിൻ്റെ പല പ്രസക്തികളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വ്ളോഗ് സെഗ്മെൻറ്റാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ റീൽസ്കോപ്പ് ക്രോണിക്കിൾസിലെ ഫസ്റ്റ് വീഡിയോ അത് നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഡയസ് ഇറ ഇന്നലെ വൈകിട്ട് പോയി കണ്ടിട്ട് വന്നു. ഡയസ് ഇറ എന്ന് പറഞ്ഞ പദം ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ പഴയ കാലത്ത്, അന്നത്തെ കാലത്ത് ഈ ഫ്യൂണറലുകൾക്ക് ശവോടക്കിനൊക്കെ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ ആ സമയത്ത് ഉരുവിടുന്ന ചില മന്ത്രാസ് അല്ലെങ്കിൽ ചില സൂക്തങ്ങളൊക്കെയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊരു ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ഒരു ജോണറിൽ പോകുന്ന ഒരു മ്യൂസിക്, അതുപോലെ ഫിലിംസ്, ആ ഒരു ഷെയ്ഡാണ് ഇതിനുള്ളത്. അതിവിടെ എന്തോ ആ ഒരു പേരുമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം. ഫിലിം തുടങ്ങുന്നത് തന്നെ നമ്മൾ സാധാരണ ഹൊറർ ഫിലിമിനൊക്കെ കാണുന്ന പോലെ ഒരു ദുരൂഹമായിട്ടുള്ള മരണം, പ്രത്യേകിച്ച് കൂടുതലും ഒരു പെൺകുട്ടിയുടെ മരണമാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് അല്ലേ? അതേപോലെ തന്നെയാണ് തുടങ്ങുന്നത്. ആ ഒരു സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റൈലിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് മരണത്തിന് കാരണമായിട്ടുള്ള റോഹൻ എന്ന നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ കടന്നു പോകുന്ന ഒരു രീതിയിലാണ് ഇത് എടുത്തു പോയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈൽ, തറവാട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം, അവിടെ ഒരു ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, പ്രേതം വരുന്നതോ അല്ലെങ്കിൽ യക്ഷി അങ്ങനെയൊക്കെ വരുന്നു, പിന്നെ അതിനെ ഓടിക്കാനായിട്ട് ഏതെങ്കിലും പുരോഹിതനോ തിരുമേനിയോ ഒക്കെ വന്നു പോകുന്നു, ആ ഒരു ട്രഡീഷണൽ വേ നമ്മൾ ഒരുപാട് കണ്ട് നമ്മുടെ ശിരസിലൊക്കെ അത് കണ്ടൻസ് ആയിട്ടിരിക്കുന്ന പലതരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഇടയിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയും അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് വളരെയധികം വിജയിച്ചിരുന്നു. അത് ഭൂതകാലത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട് മമ്മൂക്ക അഭിനയിച്ച ഭ്രമയുഗത്തിൽ നമ്മൾ കണ്ടു അതിൻ്റെ പ്രത്യേകത. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണമായിരുന്നു. ഈ ഡയസറിയിലേക്ക് വരുമ്പോൾ ഇവിടെ എനിക്ക് തോന്നിയത് ഭൂതകാലത്തിൻ്റെ തന്നെ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം അത് കൊണ്ടുപോയിരിക്കുന്നത്. ഭ്രമയുഗത്തിലും കണ്ട ആ ഒരു സൈലൻസും പിന്നെ കാറ്റിൻ്റെ, കാലാവസ്ഥയുടെ, മഴയുടെയൊക്കെ ആ ഒരു പ്രതിഭാസം നമ്മൾ ഭ്രമയുഗത്തിൽ കണ്ടിരുന്നു അല്ലേ? അതേ ഭാഗങ്ങളൊക്കെ വേറൊരു രീതിയിൽ ഇവിടെയും കാണാം നമുക്ക്. ഒരു സ്ഥലം നമുക്ക് ഒരാളെ ഉള്ളിലേക്കൊരു ഒരു മിസ്റ്ററി, ഒരു നിഗൂഢത അല്ലെങ്കിൽ ഒരു ഭയം ജനിപ്പിക്കാനായിട്ട് ഡാർക്ക് ഷെയ്ഡസ് മാത്രം വേണമെന്നുള്ളൊരു കോൺസെപ്റ്റിനെ തികച്ചും അതിനെ വെല്ലുവിളിക്കണമെന്ന് പറയുന്നത്, തികച്ചും അതിനെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് രാഹുൽ സദാശിവയുടെ പല ഫ്രെയിംസും വച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വെളിച്ചത്തിൽ ഒരു സ്ഥലം, ഒരു ഫ്രെയിം കാണിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചെറിയ ഭയത്തിൻ്റെ സ്ഫുരണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ക്രൂവിന് ശരിക്കും അത് പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്ന ആ ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഒരു റെഡ് ഷെയ്ഡ്, അതിൽ മദ്യം, പിന്നെ ദുശീലങ്ങൾ, ഇതെല്ലാം ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു വലിയൊരു പ്രത്യേകത ഉള്ളത്, ആവശ്യത്തിന് വയലൻസൊക്കെ കാണിച്ചിട്ടുള്ളൂ. വല്ലാതെ ഇങ്ങനെ വാരി വിതറുക എന്ന് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അങ്ങനെ ഒരു രീതി അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് വളരെ ശ്ലാഘനീയമാണ്. കുറച്ച് പോർഷൻസിൽ, എന്നാൽ ആ പോർഷൻസ് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും നമ്മൾ പ്രായം 18 വയസ്സ് കഴിഞ്ഞ് ആ ഒരു റേഞ്ചിലുള്ളവർ പോയാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അഡൽസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പൊതുവേ ഉപയോഗിച്ച് വരുന്ന തീംസൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ സൗണ്ടിൻ്റെ ആ ഒരു വേരിയേഷൻസും ഉണ്ട്. സൈലൻസിൽ കൊണ്ടുപോയി പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹൃദയത്തിൽ ഇങ്ങനെ തട്ടുന്ന രീതിയിലുള്ള സൗണ്ട്, ആ ഒരു രീതികളൊക്കെ ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ അതിങ്ങനെ പോകുമ്പോൾ ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡയസ് ഇറ. അപ്പോൾ പ്രണവ് കൂടാതെ ജിബിൻ ഗോപിനാഥ്, അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും വളരെയധികം ഈ സിനിമയിലെ എലിവേറ്റ് ചെയ്യാൻ, ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. പ്രണവിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു സംവിധായകൻ്റെ അടുത്താണ് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു വിട്ടുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തെ പോളിഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഓൾറെഡി അതിനെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ സദാശിവൻ്റെ ആ ഒരു തീമിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഭയും പ്രണവിൻ്റെ ആ ഒരു റെഡി ടു ഡു എനിത്തിങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനും ചേർന്നപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ നമുക്ക് കിട്ടി. പലതും ഹെവി എന്ന് തോന്നിയിരിക്കുന്ന പല കാര്യങ്ങളും പ്രണവിൻ്റെ ആ ഒരു ഓറയിൽ കൃത്യമായിട്ട് അത് സ്യൂട്ട് ആവുന്നുണ്ട് ഇപ്പം.
അങ്ങനെ അത് കൃത്യമായിട്ട് അദ്ദേഹത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു പണി അറിയുന്ന സംവിധായകൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലത്തെ ഒരാൾ തന്നെയാണ്. നമുക്കിനിയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹൊററിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരീക്ഷണ സിനിമകളും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഡയറക്ടറാണ് ശ്രീ രാഹുൽ സദാശിവൻ. ആ പറയുന്നിടത്ത് തന്നെ നിൽക്കാനും അതനുസരിച്ച് തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രണവിൻ്റെ ആ ഒരു അഭിനയത്തിന് പൂർണ്ണമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ചില സീനുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും അദ്ദേഹം കണ്ടിട്ട് പേടിച്ച് ചെയ്യണമെന്ന് തോന്നും. അതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വല്ലാതെ നമ്മളിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളില്ല, പക്ഷെ കുറച്ച് പോയിൻറ്റ്സ് ഉള്ള പോയിൻറ്റ്സ് മനോഹരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അത് വരുന്നത്, അത് ഞാൻ പറഞ്ഞില്ല, ഭൂതകാലം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇത് പോയേക്കുന്നത്. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ അത് ചെയ്യുന്നില്ല. വളരെ നിരാശാജനകമായിട്ടൊരു കാര്യം, ഈ ഫിലിം ഡിസർവ് ചെയ്യുന്ന, അത് ഡിമാൻഡ് ചെയ്യുന്നൊരു സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് ഒരുപാട് ഇവിടെ സംസാരിക്കുന്നുണ്ട് നമ്മളോട്. ആ സമയത്ത് പലപ്പോഴും സങ്കടം തോന്നിയിട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അവരുടെ പാമ്പറിങ്, അവർ സംസാരിക്കുന്നത്, അവരുടെ കളി ചിരി, ചിലപ്പോൾ കരച്ചിൽ, അതേപോലെ കുറച്ച് പേര് ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമൻസുകൾ, കൂവുക, അതിൻ്റെ പുറകെ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാർ ചേരിയിരുന്ന് ചീത്ത പറയുകയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം FBയിൽ ഫേസ്ബുക്കിൽ ഇതുപോലെ ഒരാൾ പറഞ്ഞു, ആവശ്യമില്ലാതെ ഇങ്ങനെ കുറേയധികം തിയേറ്ററിൽ ഈ പടം ഒരു മാസ് പടമോ അല്ലെങ്കിൽ അടിപൊളി ഡാൻസോ ഒന്നുമല്ല, എങ്കിലും വെറുതെ കിടന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇതുണ്ടാക്കുക വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു. അത് ശരിക്കും ഇതിൻ്റെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ചില്ലടിക്കാനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു ഫിലിമിന് പോവുക. ഈ ഒരു ഫിലിമിനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതിൽ സൈലൻസിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയതാണ്. ഒരു ഡാർക്ക് ഇതാണ്. കുറച്ചൊക്കെ പോർഷനിലൊക്കെ കുറച്ച് കോമഡിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ വല്ലാതെ നമ്മളതിന് ചില ഭാഗങ്ങളിലൊക്കെ നല്ല ഒരു പേസിലേക്ക് പോകുമ്പോൾ വെറുതെ ഇരുന്ന് കൂവുക, അല്ലെങ്കിൽ കളി ചെയ്യുക, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക, അളവിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഹോൾ സിനിമ നമ്മളെല്ലാം പൈസ കൊടുത്ത് കാണാതിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. ഇത്രയും ആൾക്കാർ ഈ പൈസയൊക്കെ കൊടുത്ത് ഫാമിലിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരാളുടെ ചെറിയൊരു ഒരു ലേസിനെസ്, ഒരു നെഗറ്റീവ് അപ്രോച്ച്, അത് ഹോൾ ആൾക്കാരെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര ചില്ലായിരിക്കാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നമ്മളും കൊടുക്കുക. ഇത് ഹൊറർ ഫിലിമാണെന്ന് നമുക്കറിയാം. നമ്മളിങ്ങനത്തെ ഫിലിംസൊക്കെ വെസ്റ്റേൺ ഫിലിംസിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഹായ് എന്നൊക്കെ കൈയടിക്കും. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരട്ടെ, അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് റിസീവ് ചെയ്യാനുള്ള ഒരു പക്വത കാണിക്കണം എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു കലാസൃഷ്ടിയാണ്. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇത്രയധികം പലതരത്തിലുള്ള ജോണറുകളും ഒരുപാട് വായിക്കുകയും പഠിക്കുകയും റിയൽ എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പല ആൾക്കാരുടെയും, അല്ലേ? അങ്ങനെയൊക്കെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു സംഭവം എടുത്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുക, അത് വിജയിപ്പിക്കുക, ആൾക്കാരിൽ കൂടുതൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു നിഗൂഢത നമുക്ക് ഫീൽ ചെയ്യിക്കുക, അത് മലയാളം പോലത്തെ ഇൻഡസ്ട്രിയിലേക്ക് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വളരെ ക്ലാസ് ആയിട്ടുള്ള എഫേർട്ടാണ്. ആ എഫേർട്ടിനുള്ള ഒരു ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിച്ച് അവിടെ ഇരുന്നാൽ മതി. ഇത് മാത്രമാണ് നമ്മൾ കാണാൻ പോകുന്ന ഇനി കാണാൻ പോകുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഒരു ഫിലിം ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരിക്കലും ഞാൻ പറയുന്നത്, ഇതൊരിക്കലും OTTയിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഹിറ്റ് തോന്നില്ല ഒന്നും. കാരണം ചെറിയൊരു സ്ക്രീനിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആസ്വദിക്കാനുള്ള ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് തിയേറ്റർ വാച്ച് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്കും അത് ഗുണം ചെയ്യും, നല്ല രീതിയിൽ അത് കാണുകയാണെങ്കിൽ. വലിയ താരങ്ങളൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, കുറച്ച് ലൊക്കേഷൻസേ ഉള്ളൂ. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് തന്നെ പല ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആ എടുത്തിരിക്കുന്നതിലും ഏറ്റവും ക്ലാസ്സായിട്ട് ഹൊററിന് പ്രത്യേകിച്ച് ഡാർക്കോ കളർ ഷെയ്ഡ്സോ മാത്രം കൊണ്ട് ആളെ പേടിപ്പിക്കുക എന്നല്ല, അല്ലാതെ പ്ലെയിനായിട്ടൊരു സ്ഥലം വെച്ചു അത് ചെയ്യിക്കുക എന്നുള്ളതിന് ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിളാണ് ഡയസ് ഇറ എന്ന് പറയുന്നത്. അതുപോലെ ഉണ്ട് നമുക്ക് ഭയങ്കര നിഗൂഢമായിട്ടുള്ള കളർ മിക്സിങ്ങിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ സൗണ്ട് വെച്ചുള്ള ഇതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ വേറെ ഇത് പ്രണവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. അച്ഛൻ്റെ പേര് കാത്തു സൂക്ഷിക്കുന്നല്ല, അച്ഛൻ്റെ പേരിൽ ഇനി അറിയപ്പെടേണ്ട ആവശ്യമില്ല. പ്രണവ് എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിന് ഒരു തരത്തിലും മോഹൻലാൽ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഷാഡോ പോലും നിഴല് പോലും വരാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രണവിൻ്റെ തന്നെ സ്വന്തം ശൈലിയിൽ
അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും മോഹൻലാൽ എന്നൊരു ടച്ച് ഇവിടെ കാണുന്നില്ല. ചില ഇടത്തൊക്കെ അങ്ങനെ ഇടയ്ക്ക് അവിടെ തോന്നി, അങ്ങനെ തോന്നി എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയില്ല. ഇദ്ദേഹത്തിൻ്റെ തന്നെ രീതിയിൽ കൂടെ, കണ്ണുകളിൽ കൂടെ തന്നെ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ശൈലി ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് ഇത്രയും ക്ലാസിക് ആയിട്ടുള്ള നല്ല ഫിലിംസ് കൊടുത്താൽ മതി. ഇങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ, ലോകം മുഴുവൻ കറങ്ങാൻ പോകുന്നതും ആ ഒരു റുട്ടീനിൽ തന്നെ അദ്ദേഹത്തെ വിട്ടേക്കും. ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല പേൾസ്, ഇത്രയും ഡയമണ്ട് പോലെ ജ്വലിക്കുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന ഫിലിംസ് അദ്ദേഹത്തിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.